പട നയിച്ചവനോ പട ഒരുക്കിയവനോ? ഒരു സംശയവുമില്ല, പട നയിച്ചത് ശ്രീ വി.ഡി. സതീശനാണ്. എന്നാൽ പട ഒരുക്കിയത് ശ്രീ കെ.സി. വേണുഗോപാലാണ്. കോൺഗ്രസിന്റെ സംഘടനാ സെറ്റപ്പ് അറിയുന്നവർക്ക് എല്ലാം അറിയാം, ശ്രീ കെ.സി. വേണുഗോപാൽ പട ഒരുക്കുന്നതിൽ ഏറ്റവും ക്രിട്ടിക്കലായ പങ്ക് വഹിച്ച വ്യക്തിയാണ്. ആൾക്കാർക്ക് റിസോഴ്സ് കണ്ടെത്തുക, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക, ഡിസിഡൻസ് ഉണ്ടാകുമ്പോൾ, വിമതരുണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് സമവായത്തിലൂടെ തിരിച്ചെത്തിക്കുക, എതിർപ്പാളയത്തിലെ ആൾക്കാരെ കോൺഗ്രസിന് അനുകൂലമായി കൊണ്ടുവരിക, അത്തരം ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് ശ്രീ കെ.സി. വേണുഗോപാലാണ്. പട ഒരുക്കിയത് ശ്രീ കെ.സി. വേണുഗോപാലാണ്. പട നയിച്ചത് ശ്രീ വി.ഡി. സതീശനാണ്. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകും എന്ന് അന്ന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഒരു ചോദ്യം വന്നിരുന്നു. അന്ന് മഹാത്മാഗാന്ധിയാണ് അതിന് തീരുമാനമെടുക്കുന്നത്. അന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നത് പട്ടേലിനെയാണ്. അതായത് അന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീസ്, PCCs ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സർദാർ പട്ടേലിനെയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവങ്ങളോട് സിമിലർ ആണ് നെഹ്റുജിയും പട്ടേൽജിയും. കാര്യം ശ്രീ വി.ഡി. സതീശൻ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് നായരാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ ശ്രീ വി.ഡി. സതീശൻ സെന്റർ ലെഫ്റ്റ് നെഹ്റുവിയനാണ്. രമേശ് ചെന്നിത്തലാജിയൊക്കെ ഒരു സെന്റർ റൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് റൈറ്റോ ഗാന്ധിയൻ റൈറ്റോ ആണ്. ശശി തരൂർ സാറൊക്കെ നിൽക്കുന്ന സ്പേസ് ആ സോഫ്റ്റ് റൈറ്റോ ഗാന്ധിയൻ റൈറ്റോ ആണ്. ശ്രീ കെ.സി. വേണുഗോപാലിന്റെ ഐഡിയോളജിക്കൽ പൊസിഷൻ പലപ്പോഴും നമുക്ക് വ്യക്തമല്ല. പക്ഷെ അദ്ദേഹം എടുക്കുന്ന നിലപാടിൽ നിന്നെല്ലാം ഒന്നെങ്കിൽ സെൻട്രിസ്റ്റോ അല്ലെങ്കിൽ സെന്റർ റൈറ്റ് ലീനിങ്ങോ ഒക്കെയാണ് എന്ന് തോന്നുന്ന നിലപാടുകളാണ് എടുക്കുന്നത്. കുറെ കൂടെ സമുദായങ്ങളെ അടക്കം ഒരുമിച്ച് കൊണ്ടുപോകും. ശ്രീ വി.ഡി. സതീശനെ കുറിച്ച് നമ്മുടെ നടൻ സിദ്ദിഖ് പറഞ്ഞതുപോലെ ശ്രീ വി.ഡി. സതീശൻ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകാറില്ല. നേരെ തിരിച്ച് യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാ സമുദായ നേതാക്കളെയും കൂടെ കൂട്ടണമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ UDF ഉണ്ടാകുന്നത്. UDF എന്ന് പറയുന്നത് കരുണാകരൻ സാറ്, നമ്മുടെ കോൺഗ്രസിന്റെ സമാരാധനായ ലീഡർ കരുണാകരൻ സാറ് ഇടതുവിരുദ്ധ സാമുദായിക മുന്നണികളെ ഒരുമിപ്പിക്കുന്നതിനാണ് UDF എന്ന് വിളിക്കുന്നത്. അപ്പോൾ UDFന്റെ തലവനായിരിക്കുന്ന ഒരു വ്യക്തി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഈ തിണ്ണ നിരങ്ങുക പോലുള്ള പ്രയോഗങ്ങൾ പോലും ആ അർത്ഥത്തിൽ തെറ്റാണ്. എനിക്ക് സിദ്ദിഖ് സാറിനെ വളരെ ഇഷ്ടമാണ്, അത് വേറെ. പക്ഷേ സിദ്ദിഖ് സാറിന് അല്ല, നമ്മുടെ സമൂഹത്തിൽ പറയുന്ന ആ പ്രയോഗത്തിന്റെ കാര്യം പറഞ്ഞതാണ്. അതായത് അന്നത്തെ LDFനെതിരെ നായന്മാരുടെ NDP, ഈഴവ സമൂഹത്തിന്റെ SRP, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം ലീഗ്, ക്രിസ്ത്യാനികളുടെ കേരള കോൺഗ്രസ്, പിന്നെ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളും കൂടി ഒന്നിപ്പിച്ചാണ് ഇന്ന് കാണുന്ന UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ സമുദായങ്ങളെയെല്ലാം കൂടുതൽ ചേർത്ത് കൊണ്ടുപോകാൻ ശ്രീ കെ.സി. വേണുഗോപാലാണ് നല്ലത്. NSS ആകട്ടെ, SNDP ആകട്ടെ, ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളാകട്ടെ, മുസ്ലിം സംഘടനകൾക്കും ശ്രീ കെ.സി. വേണുഗോപാലിനോട് വിയോജിപ്പൊന്നുമില്ല. ശ്രീ വി.ഡി. സതീശനോടാണ് യോജിപ്പ് കൂടുതൽ എന്നേ ഉള്ളൂ. അതായത് ശ്രീ കെ.സി. വേണുഗോപാലിനെ അവർക്കും ഇഷ്ടമാണ്, ശ്രീ രമേശ് ചെന്നിത്തലാജിയെ ഇഷ്ടമാണ്. പക്ഷേ കുറെ കൂടെ ശക്തമായ മതേതര നിലപാടും ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറ് പറയുന്ന വർഗീയതയ്ക്കൊക്കെ എതിരെ പ്രകടമായ നിലപാടുമൊക്കെ എടുത്തു പറയുന്ന ശ്രീ വി.ഡി. സതീശൻ അങ്ങനെ നിലപാടുകളുടെ കർക്കശത്തിൽ ഒരു നിലപാടുകളുടെ രാജകുമാരനാണെന്ന് പറയാറ്. നിലപാടുകളുടെ രാജകുമാരനാണ് ശ്രീ വി.ഡി. സതീശനെങ്കിൽ സംഘാടനത്തിന്റെ രാജകുമാരനാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിജിയുടെ പ്രഭാവകാലത്തും കോൺഗ്രസിനെ പിടിച്ചു നിർത്തുകയും ഭാരത് ജോഡോ യാത്രകളടക്കം നടത്തുകയും ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു സെൻറ്ററിസ്റ്റോ സോഫ്റ്റ് റൈറ്റുമായി നിന്നുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജിയുടെ നയങ്ങളെ എതിർക്കുകയും മറ്റും ചെയ്യുന്നതിൽ ഏറ്റവും ക്രിട്ടിക്കലായ പങ്ക് വഹിക്കുന്നത് ശ്രീ കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതും മോശമാക്കുന്ന പോസ്റ്റുകളൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ശ്രീ വി.ഡി. സതീശനെ അനുകൂലിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ശ്രീ കെ.സി. വേണുഗോപാൽ ഓട് വിളിച്ചു വന്നൊന്നുമല്ല. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്, ഭരണ പരിചയം നന്നായിട്ടുണ്ട്, ഒരുപാട് അദ്ദേഹത്തിന് എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, ഓർഗനൈസേഷൻ ലെവലിൽ സ്ട്രോങ് ആണ്. 47 MLA-മാരുടെ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കോൺഗ്രസിലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. ശ്രീ കെ.സിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് കെ.സി പിന്നോട്ടില്ല, കെ.സി മുഖ്യമന്ത്രി ആവുമെന്നാണ്. ശ്രീ രമേശ് ചെന്നിത്തലാജിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ, മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ അടക്കമുള്ളവർ പറയുന്നത് നമ്മുടെ വി.ഡി. സതീശൻജി മുഖ്യമന്ത്രി ആവുന്നതാണ്. രമേശ് ജിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ രമേശിയെക്കാട്ടി ഫ്രണ്ട് റണ്ണേഴ്സ് ഇവരാണ്. പക്ഷേ ഇനിയും കൗതുകം, ഒരുപക്ഷെ കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് രമേശ് ജി വരുമോ? രമേശ് ജിയുടെ സീനിയോറിറ്റി കാരണം 2-2.5 വർഷം രമേശ് ജി മുഖ്യമന്ത്രി ആയിരിക്കട്ടെ, ബാക്കി 2.5 വർഷം മറ്റൊരാൾക്ക് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ രമേശ് ജി മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറയുന്ന ഒരു കൺസെൻസസ് ഫോർമുല വരുമോ എന്നറിയില്ല. രമേശ് ജിയുടെ അല്ലെങ്കിൽ രമേശ് ജിയുടെ ക്ലോസ് എന്താ പറയണേ എക്കോസിസ്റ്റം, അവരിൽ ഏറ്റവും പ്രധാനികളായിരുന്നു ശ്രീ വി.ഡി. സതീശനും ശ്രീ കെ.സി. വേണുഗോപാലും. രണ്ടുപേരും പ്രഗത്ഭരായ നേതാക്കളാണ്. ഇവർ 3 പേരും, രമേശിയും ഓഫ് കോഴ്സ്, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കെ.സി. വേണുഗോപാൽ, ശ്രീ വി.ഡി. സതീശൻ. കേരളം ഇവരിൽ 3 പേര് ആര് ഭരിച്ചാലും നമ്മുടെ കേരളം സേഫ് ആയിരിക്കും, നന്മയുള്ളതായിരിക്കും. അത്ര കിടിലൻ നേതാക്കളാണ് 3 പേരും. 3 പേർക്കും 3 സ്കില്ലും 3 രീതികളുമാണ്.
ശ്രീ കെ സി വേണുഗോപാൽ പ്രഭാഷണത്തിന്റെ പേരിലല്ല അറിയപ്പെടുന്നത്, മികച്ച സംഘാടകനായിട്ടാണ്. എന്നാൽ ശ്രീ വി ഡി സതീശൻ മികച്ച സംഘാടകൻ എന്നതിനേക്കാൾ, അദ്ദേഹവും മികച്ച സംഘാടകനാണ് എന്നതിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് ഗംഭീരമായ പ്രസംഗങ്ങൾ, ഒരുപാട് ആഴമേറിയ അറിവ്, ഒരുപാട് വായന. ശ്രീ രമേശ് ചെന്നിത്തല വളരെ സൗമ്യനും അപ്രോച്ചബിളും, എല്ലാവർക്കും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. ഇപ്പോൾ ഇവരിൽ ആരാണ് മുഖ്യമന്ത്രിയാകുക അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഗ്രൗണ്ട് സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്, അതായത് കോൺഗ്രസിലെ 47 MLA മാർ ശ്രീ കെ സി വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. UDF-ന്റെ എല്ലാ MLA-മാരെയും കൂടെ എടുത്താൽ ശ്രീ വി ഡി സതീശന് 30 മുതൽ 35 മുതൽ ചില ആൾക്കാർ 40 വരെ MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നു. രമേശ് ജിക്കും 20 മുതൽ 30 MLA-മാരുടെ പിന്തുണയും ഫസ്റ്റ് ചോയ്സ് മാറിയുള്ള ചോയ്സായിട്ട് രമേശ് ചെന്നിത്തലാജി അടക്കം പറയുന്നു. അപ്പോൾ ഈ 3 പേരും കേരളത്തിന് ആവശ്യമുള്ള നേതാക്കളാണ്. പരസ്പരം അധിക്ഷേപിക്കാതെ, അപമാനിക്കാതെ, അവഹേളിക്കാതെ ഇവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ തങ്ങളുടെ നിലപാടുകൾ മുമ്പോട്ട് വെക്കുക. 3 പേരിൽ ആരായാലും നല്ലത് കേരളത്തിൽ ആയതാണ്. അത് പട നയിച്ച വി ഡി സതീശൻജി ആണെങ്കിലും പട ഒരുക്കിയ കെ സി വേണുഗോപാൽ ആണെങ്കിലും എക്കാലത്തും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ ശ്രീ രമേശ് ചെന്നിത്തലാജി ആണെങ്കിലും, ഇപ്പം മാത്രമൊന്നുമല്ല, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കേന്ദ്രത്തിലടക്കം ഏറ്റവും പിടിപാടുണ്ടായിരുന്ന ഒരു നേതാവാണ്, ഇപ്പോഴും ഉള്ള നേതാവാണ് രമേശ് ചെന്നിത്തലാജി. മേ ദ ബെസ്റ്റ് മാൻ വിൻ. ഗോഡ് ബ്ലസ്. ഇവരിൽ മികച്ചൊരു മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ.